എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത രതി പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും മുതിരരുത് കേട്ടോ. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശാരീരികവും മാനസികവുമായ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള സ്ഥലമാണ് കിടപ്പറ. ഇവിടെ ചെലവഴിക്കുന്ന സമയം ആസ്വാദകരമാക്കാൻ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ. എല്ലാ പണിയും കഴിഞ്ഞ് അല്പസമയം ഭർത്താവുമൊത്ത് കിന്നാരം പറയാൻ ചെന്നതാണ് ഒരു വീട്ടമ്മ. പക്ഷേ അദ്ദേഹം അവളെ കണ്ടത് തിരിഞ്ഞൊരു കിടപ്പ്. പകലത്തെ വഴക്കിന്റെ ബാക്കിയാണ്. അവളും തിരിഞ്ഞു കിടന്നുറങ്ങി. ഈ വഴക്ക് തീരാൻ പിന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. അതെ, കിടപ്പറയിൽ പാലിക്കേണ്ട ഒരു പ്രധാന ചിട്ട തെറ്റിച്ചതാണ് പ്രശ്നമായത്. കിടപ്പറയിൽ ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന്, പകലത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതെ ഉറങ്ങാൻ പോകരുത്. പ്രശ്നങ്ങളില്ലാത്ത ബന്ധങ്ങളില്ല. പക്ഷേ കിട്ടുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും തമ്മിൽ പിണങ്ങി കിടന്നുറങ്ങരുത്. പിണങ്ങിയാലും ഒരേ മുറിയിൽ തന്നെ ഉറങ്ങുക. ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ കിടക്കുമ്പോൾ മുട്ടിയുരുമ്മി അറിയാതെയാണെങ്കിലും പിണക്കം വലിഞ്ഞു തീരാനുള്ള സാധ്യത കൂടും. രണ്ടാമതായി, കിടപ്പറയിൽ പങ്കാളിയെ യാതൊരു കാരണവശാലും അപമാനിക്കരുത്. പങ്കാളി എങ്ങനെയായാലും അതുപോലെ തന്നെ അംഗീകരിക്കുക. പങ്കാളിയുടെ കുറവുകൾ വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല കിടപ്പറ. പങ്കാളിയുടെ കുറവുകൾ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കണം. പങ്കാളി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ മതി. പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. മൂന്നാമതായി, കിടപ്പറയിൽ വെച്ച് പങ്കാളിയെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്. അയലത്തെ ബാബു ഭാര്യയ്ക്ക് 2 സാരി വാങ്ങി, ഇത്രയും നാളായിട്ട് ഒരു തുവാല പോലും നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് ഭാര്യയും, അടുത്ത വീട്ടിലെ മിനിയെ കണ്ടോ എന്ത് ബോഡി ഷേപ്പാ എന്ന് ഭർത്താവും പറയുന്ന രീതി തീർത്തും ഉപേക്ഷിക്കുക. നാലാമതായി, കുട്ടികൾ കിടക്കുന്ന മുറിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. കുട്ടികൾ ഉറങ്ങുകയാണെന്ന് കരുതി ബന്ധത്തിൽ ഏർപ്പെടുന്ന ദമ്പതികൾ ശ്രദ്ധിക്കുക. 90% കുട്ടി ഉറങ്ങുക തന്നെയാകും. പക്ഷേ ഇടക്ക് കുട്ടി ഉണർന്ന് അച്ഛനും അമ്മയും തമ്മിൽ ബന്ധപ്പെടുന്നത് കാണാനിടയായാൽ അത് അവന്റെ ലൈംഗികമായ ധാരണകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. 5, ചില കുട്ടികൾക്ക് അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുകയാണെന്ന് തോന്നി ലൈംഗികതയോട് വിരക്തി തോന്നാം. വികലമായ ലൈംഗിക ചിന്തകൾക്കും ഇത്തരം കാഴ്ചകൾ പ്രചോദനമാകും. മാത്രമല്ല, കുട്ടികൾ കാണുമോ എന്ന ടെൻഷനോടുകൂടി ബന്ധപ്പെടേണ്ടി വരുന്നതും ലൈംഗിക ആസ്വാദതയെ ബാധിക്കും. തിരിച്ചറിവായ കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുക. 6, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചിട്ടിക്കാശ്, അടുക്കള കാര്യം, കറണ്ട് ബില്ല് തുടങ്ങി ടെൻഷൻ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ പറയരുത്. ഭർത്താവ് രതിമൂർച്ചയോടടുക്കുമ്പോഴാകും ഭാര്യയ്ക്ക് അടുക്കള കാര്യം ഓർമ്മ വരിക. പാല് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നോ എങ്ങനെ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ തള്ളി മാറ്റി ഓടുന്ന പ്രവണത നല്ലതല്ല. 7, പങ്കാളിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കരുത്. 2 പേർക്കും ഒരുപോലെ താല്പര്യമുള്ളപ്പോൾ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. പങ്കാളിയുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ചാവണം ബന്ധപ്പെടുന്നത്. 8, പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത ലൈംഗിക പരീക്ഷണങ്ങൾക്ക് മുതിരേണ്ട. ഓറൽ സെക്സ് പോലെയുള്ള രീതികൾ പങ്കാളിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പരീക്ഷിക്കുക. 9, മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. 10, ലൈംഗിക ബന്ധത്തിന് മുൻപ് അധികം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. 11, ആരോഗ്യ സംബന്ധമായ ഉറക്കഗുളികൾ ഉപയോഗിക്കുന്നവർ അത് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഉപയോഗിക്കുക. ആദ്യം തന്നെ ഉറക്കഗുളികൾ ഉപയോഗിച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ ക്ഷീണം തോന്നിയേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ബൈ.